ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചന വേദവാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറവാതിൽക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്മാരുടെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവനെ എവിടെ വച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. യേശുവിൻ്റെ കുരിശോളം കർത്താവായ യേശുവിൻ്റെ പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളെല്ലാം കണ്ട മറിയ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതായി നമുക്ക് തിരുവചനങ്ങൾ കാണാൻ സാധിക്കുന്നു. കർത്താവിനെ കല്ലറയിൽ വച്ച ശേഷം അവൾ വീട്ടിൽ പോയിട്ട് അവർക്ക് കിടക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയൻ കല്ലറയിൽ വിശ്രമിക്കുന്നു, എങ്ങനെ എനിക്ക് അതേ ഭവനത്തിൽ കഴിയാൻ കഴിയും? നേരം വെളുക്കുന്നതുവരെ അവൾ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ നേരം പുലരുന്നതിന് മുമ്പേ തന്നെ യേശുവിൻ്റെ കല്ലറയ്ക്കൽ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ തുറന്ന കല്ലറയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവൾക്ക് യേശുവിനെ കാണാത്തുള്ള നിരാശയിൽ അവൾ ഓടുന്നു. തൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അവൾ കടന്നുപോയി പറയുകയാണ്, കർത്താവായ യേശുവിനെ അവിടെ കാണാനില്ല. എന്നാൽ യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 62-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ മുമ്പിൽ ഒരുമിച്ച് ചെന്ന് പറയുകയാണ്, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കല്ലറ കാവൽക്കാരെ ഏർപ്പെടുത്താൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 27-ന്റെ 66-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ചെന്ന് കല്ലിന് മുദ്ര വച്ച് സേനയെ നിയമിച്ച് കല്ലറ സുരക്ഷിതമാക്കി. യേശു പറഞ്ഞിരുന്ന കാര്യം ശിഷ്യന്മാർ ഓർത്തില്ല. ലോകത്ത് ഒരു മനുഷ്യരുടെയും കല്ലറയ്ക്ക് കാവൽ ആക്കിയിട്ടില്ല. കല്ലറയുടെ മുന്നിൽ ചങ്ങലയാൽ ബന്ധിച്ചിട്ടില്ല, മുദ്ര വച്ചിട്ടില്ല. അതിനടുക്കൽ ഒരീച്ച പോലും കടക്കാൻ പാടില്ലാത്ത രീതിയിൽ യേശുവിൻ്റെ കല്ലറയിൽ അവർ ചങ്ങല കൊണ്ട് ബന്ധിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ അടുക്കൽ ഒരീച്ച പോലും കടന്നു വരില്ല. അത്ര സുരക്ഷിതമായും കല്ലറ കാവൽക്കാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ ജനനം വ്യത്യസ്തമാണ്. യേശുവിൻ്റെ ഉയർപ്പ് വ്യത്യസ്തമാണ്. മരിച്ച് അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തത് വ്യത്യസ്തമാണ്. ഈ ലോകത്തിൽ പല മഹാന്മാരും പലരും അത് ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിന് സമം ആകുകയില്ല. റോമൻ ഗവൺമെൻറ് പടയാളികൾക്കോ അവിടെ ചങ്ങലയ്ക്കോ മുദ്രയ്ക്കോ യേശുവിനെ കല്ലറയിൽ നിന്ന് പുറത്ത് വരാതിരിക്കാൻ തടയാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് കർത്താവ് 3-ാം ദിവസം അതേ പുറത്തേക്ക് വന്നു. അതാണ് മറിയയ്ക്കും മറ്റേ മറിയയ്ക്കും ഒന്നും യേശുവിനെ കല്ലറയിൽ കാണാൻ കഴിയാത്തത്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞ ആ അരുമനാഥനായ ക്രിസ്തു ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ജീവിക്കുന്നവരെയും മരിച്ചവർക്കും വേണ്ടി ന്യായം വിധിക്കുന്ന, മധ്യസ്ഥ ഇണയ്ക്കുന്ന അരുമനാഥനായ കർത്താവ് ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഓർക്കുകയും ആ ദൈവത്തിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമ്മുടെ മേൽ അധികമായി പകരട്ടെ. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊള്ളുന്നു.